മനോഹരമായ യാത്രയ്ക്ക് ശേഷം നാൽവർ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കം നമ്മളൊക്കെ ആഘോഷിക്കുകയാണ്. സുനിത വില്യംസ് എന്ന് പറയുന്ന ബഹിരാകാശ യാത്രിക ഇന്ത്യൻ വംശജയാണ്. നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വനിത കൂടിയാണ്. 1965 സെപ്റ്റംബർ 19 ഒഹായോയിൽ ഡോക്ടർ ദീപകിന്റെയും ബോണി പാണ്ഡ്യയുടെയും മകളായി ജനിച്ച് അതിനുശേഷം അവിടുത്തെ നിഥാം സ്കൂളിൽ വിദ്യാഭ്യാസം നടത്തി. അതിനുശേഷം US സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടി. പിന്നീട് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം 1998 ഈ വ്യോമയാന മേഖലയോടുള്ള അടങ്ങാനാവാത്ത അഭിനിവേശം മൂലം നാസയിലെ ബഹിരാകാശ യാത്രികയായി തെരഞ്ഞെടുക്കപ്പെട്ടു. നിരവധി പര്യവേഷണങ്ങൾക്കും നിരവധി പരീക്ഷണങ്ങൾക്കും ഒക്കെ ശേഷം ഇപ്പോൾ ഈ യാത്രയും സുനിത വില്യംസ് പൂർണ്ണമാക്കുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതുപോലെ തന്നെ നമുക്കും അഭിമാന നിമിഷമാണ്. തിരികെ ഇന്ത്യയിലേക്ക് വരാൻ, കുടുംബത്തോടൊപ്പം വരാൻ പ്രധാനമന്ത്രി സുനിത വില്യംസിനെ ക്ഷണിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി കാണാൻ സാധിക്കും. മനുഷ്യനെ ചന്ദ്രനിലേക്കും അതേപോലെ തന്നെ ചൊവ്വയിലേക്കും എത്തിക്കാനുള്ള ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗം കൂടിയാണ് സുനിത വില്യംസ്. അപ്പോൾ ആ ഒരു ആർട്ടമിസ് ദൗത്യത്തിന്റെ ഭാഗമായി ഇനിയും സുനിത വില്യംസിന് നിരവധി ബഹിരാകാശ യാത്രകൾ നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ലോകത്തെ മുഴുവൻ ബഹിരാകാശ യാത്രകൾക്കായും ഇത്തരം ശാസ്ത്ര സത്യങ്ങൾ കണ്ടെത്തുന്നതിലേക്കും സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരു വനിതയെന്ന നിലയിൽ സുനിത വില്യംസിന് ഒരു ബിഗ് സല്യൂട്ട്. അപ്പോൾ വീണ്ടും നമ്മളോടൊപ്പം ചേരുകയാണ് പ്രജിൻ സി കണ്ണൻ. പ്രജിൻ ഈ പറയുന്നത് പോലെ നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച സുനിത വില്യംസ് എന്താ പറയുന്നത് 8 ദിവസം യാത്രയ്ക്ക് പോകുന്നു. അതിനുശേഷം സ്പേസിൽ 9 മാസം 287 ദിവസം ചെലവഴിക്കേണ്ടി വരുന്നു. മടങ്ങുന്നതിന് തൊട്ട് മുമ്പും പറയുന്നത് ബഹിരാകാശം എനിക്ക് നൽകിയ അനുഭവങ്ങൾ അതത്രത്തോളം നല്ലതാണ്. ഞാൻ ഈ സ്പേസിനെ മിസ് സ്പേസ്, ഞാൻ ബഹിരാകാശത്തെ മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് സുനിത താഴേക്ക് വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും ഭൂമിയിൽ നിൽക്കാൻ കൂടുതൽ പര്യവേഷണങ്ങൾക്കും ഒക്കെ സുനിത വില്യംസിനെയും ഒപ്പം തന്നെ ഈ നാൽവർ സംഘത്തെ പ്രേരിപ്പിക്കുന്ന ഒരു യാത്ര തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെ പറയേണ്ടി വരിക. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രീതിയിൽ ഒരു മിഷൻ അവരെ ഏൽപ്പിക്കുന്നു, അതൊരു എക്സ്റ്റൻഡ് മിഷനായിട്ട് അവരത് കരുതുന്നു. ആ മിഷനെ സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ വർക്ക് ചെയ്യുന്നു. ഈ വർക്കിനപ്പുറത്തേക്ക് മറ്റ് ഉണ്ടായിട്ടുള്ള അഭ്യൂഹങ്ങളെല്ലാം അസ്ഥാനത്താണ് എന്ന് നാസയും ഒപ്പം സ്പേസ് എക്സും അത് ബുഷ് വിൽമോറും സുനിതയും എല്ലാം നിരന്തരം വിശദീകരിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് ഇവർക്ക് ഇനിയിപ്പോൾ ഭൂമിയിലേക്ക് വരാൻ കഴിയുമോ, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോകുന്നത്, അതിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താണ് എന്ന് പറയേണ്ടി വരും. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്തുകൊണ്ട് നമ്മളങ്ങനെ പറയുന്നു എന്നുള്ളത് ആലോചിച്ചു കഴിഞ്ഞാൽ, ഈ ജൂൺ മാസത്തിൽ ആണ് ഇവർ അവിടേക്ക് എത്തുന്നത്. സ്ഥാപന പേടകത്തിൽ തകരാറുണ്ടായിരുന്നു, അത് കാര്യം സത്യമാണ്. പക്ഷെ പിന്നീട് മറ്റൊരു പേടകത്തെ അയച്ച് എപ്പോൾ വേണമെങ്കിലും സുനിതയും ബുച്ച് വിൽമോറിനെയും നാസയ്ക്ക് വളരെ എളുപ്പത്തിൽ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. പക്ഷേ അവരെ ആ സമയത്ത് എടുത്തൊരു വളരെ നല്ല ഡിസിഷൻ എന്ന് പറയാം. നാസ തീരുമാനിച്ചത്, നിങ്ങൾ അവിടെ തന്നെ എന്തായാലും എത്തിയല്ലോ, ഒരു പുതിയ ദൗത്യം കൂടി ഏൽപ്പിക്കുന്നു, നിങ്ങൾ അവിടെ തുടരുക, കുറച്ചു കാലം കൂടി ഇന്ന എക്സ്പീരിയൻസ് നടത്താനുണ്ട്, നിങ്ങൾ അവിടെ തുടരുക എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അടുത്ത ക്രൂ വരുന്ന സമയത്ത് പഴയ ക്രൂവിന് തിരികെ നാട്ടിലേക്ക് മടങ്ങാം, ഭൂമിയിലേക്ക് മടങ്ങാം എന്നതാണ് വ്യവസ്ഥ. അതിൻ്റെ അടുത്ത ക്രൂ ചേഞ്ച് എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസത്തിലാണ് നടക്കുന്നത്. ജൂൺ മാസത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും അങ്ങോട്ട് അപ്രതീക്ഷിതമായി എത്തിയതാണ്. അപ്പോൾ അതിന് ഏതാണ്ടൊരു 2 മാസം മുൻപാണ് അതിന് മുൻപത്തെ ടീം അവിടെ എത്തിയത്. അപ്പോൾ പുതിയ ടീം അവിടെ എത്തേണ്ടത് ഈ കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തിലായിരുന്നു. അതാണ് ക്രൂ 9. ക്രൂ 9ൽ 4 പേര് അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നാസ തീരുമാനിക്കുന്നു, ക്രൂ 9ൽ 4 പേര് പോകണ്ട, 2 പേര് പോയാൽ മതി. കാരണം 2 പേർ ഓൾറെഡി അപ്രതീക്ഷിതമായി അവിടെ എത്തിയിട്ടുണ്ട്. അതിലൊന്ന് സുനിത വില്യംസും മറ്റൊന്ന് ബുച്ച് വിൽമോറുമാണ്. അതുകൊണ്ട് 2 പേര് മാത്രം പോയാൽ മതി എന്നൊരു തീരുമാനം ഉണ്ടാവുകയും അങ്ങനെ ക്രൂ 9, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തിരികെ എത്തിയിരിക്കുന്ന ക്രൂ 9 വിക്ഷേപിക്കപ്പെട്ടത് കഴിഞ്ഞ 2024 സെപ്റ്റംബർ മാസത്തിലാണ്. അന്ന് അങ്ങോട്ട് 4 പേർക്ക് പകരം 2 പേർ മാത്രമേ പോയുള്ളൂ. ആ 2 പേരാണ് നിക് ഹേഗും ഒപ്പം ഗുർബനവും. അതായത് ഇന്നിപ്പോൾ ഈ സുനിതയ്ക്കൊപ്പം തിരികെ മടങ്ങി വന്ന ആ 4 പേരിൽ 2 പേർ അവരായിരുന്നു. അങ്ങനെ അവർ സെപ്റ്റംബർ മാസത്തിൽ അവിടെ സ്പേസ് സ്റ്റേഷനിൽ എത്തുകയും ഈ സുനിതയ്ക്കും ബുച്ച് വിൽമോറിനും പിന്നെ നേരത്തെ ഉണ്ടായ 3 പേർക്കും ഒപ്പം അവിടെ ഈ എക്സ്പീരിയൻസ് എല്ലാം നടത്തി മുന്നോട്ട് പോവുകയുമായിരുന്നു. 7 പേർക്ക് അറ്റ് എ ടൈം വളരെ സേഫായി നിന്നുകൊണ്ട് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാൻ കഴിയും. അത് നാസയും ഒരു ശാഠ്യം അതിൽ വെക്കുന്നുണ്ട്, കർക്കശമായി അത്തരം ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. എല്ലാ സമയത്തും ഒരു 7 പേരുണ്ടാവുന്നത് അവിടുത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ നല്ലതാണ്.
കാരണം നാസയ്ക്ക് ISS എന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തുള്ള ഒരു വർക്ക് പ്ലേസ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ലളിതമായിട്ടാണ് നാസ അതിനെ വിശദീകരിക്കുന്നത്. മറ്റൊരു സ്ഥലത്തുള്ള വർക്ക് പ്ലേസ്, ആ സ്ഥലം മറ്റെവിടെയുമല്ല, അത് സ്പേസിലാണ് എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടത്തേക്ക് ഒരു ടീമിനെ അയക്കുന്നു, അവർ 6 മാസം വർക്ക് ചെയ്യുന്നു, പിന്നെ വീണ്ടും പുതിയ ടീം വരുമ്പോൾ പഴയ ടീം നാട്ടിലേക്ക് മടങ്ങാം. ഇതാണ് വ്യവസ്ഥ. അങ്ങനെ സെപ്റ്റംബർ മാസത്തിലാണ് ഈ പുതിയ ടീം 2 പേർ അവിടെ വരുന്നത്. അവർ പിന്നീട് ഇത്രയും കാലം അവിടെ എക്സ്പീരിയൻസ് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പോഴാണ് പലരും ചോദിച്ചത്, എങ്കിൽ ആ പേടകത്തിൽ 2 പേർ മാത്രമാണല്ലോ പോയത്, അത് അവിടെ വെറുതെ കിടക്കുകയാണ്, അപ്പോൾ വേണമെങ്കിൽ സുനിതയ്ക്കും ബിച്ചുവിൽ മോറിനും എപ്പോൾ വേണമെങ്കിലും തിരികെ നാട്ടിലേക്ക് വരാമായിരുന്നല്ലോ എന്ന് പറയുന്നു. അപ്പോഴാണ് ഈ വ്യവസ്ഥ ഒരു ബാധകമാവുന്നത്. പുതിയ ടീം അവിടെ ചെല്ലണം, 4 പേർ, അല്ലെങ്കിൽ അണ്ടർ സ്റ്റാഫായി പോവും ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അങ്ങനെ അണ്ടർ സ്റ്റാഫായി വെക്കാൻ നാസ ഒരിക്കലും തയ്യാറാകില്ല. പുതിയൊരു ക്രൂ അങ്ങോട്ട് പോകുന്നത് വരെ ഇപ്പോഴുള്ള 7 പേർ അവിടെ തുടരണം എന്നൊരു നിർദ്ദേശമാണ് നാസയിൽ നിന്നും ലഭിച്ചത്. അങ്ങനെ ഇത്രയും മാസക്കാലം അവിടെ സുനിത വില്യംസിനും ഒപ്പം ബിൽമോറിനും അവിടെ തുടരേണ്ടി വന്നതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അതിനിടയിലൊക്കെ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് പറയുന്നുണ്ട്, പുതിയ പേടകത്തെ അയച്ച് നമുക്ക് സുനിതയും ഒപ്പം ബുച്ചിനെയും തിരികെ എത്തിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ പേടകം നിർമ്മിക്കാൻ കഴിയാതെ പോയി. അതിൻ്റെ ബാറ്ററി മാൽ ഫങ്ഷനിങ് അത് റെക്ടിഫൈ ചെയ്യാൻ, അതിനെ സോൾവ് ചെയ്യാൻ, ആ പ്രശ്നം സോൾവ് ചെയ്യാൻ അവർക്ക് കഴിയാതെ പോകുന്നതാണ് അതിന് പ്രശ്നമായെന്ന് മാറിയത്. പക്ഷേ ഇതൊന്നും സുനിതയും ബുച്ച് വിൽമോറിനെയും ബാധിച്ചില്ല. കാരണം അവർ ഓൾറെഡി ആ ISSലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെ മെമ്പേഴ്സായി മാറിയിരുന്നു. അവരുടെ എക്സ്പീരിയൻസ് എല്ലാം അവർ തുടരുകയും ചെയ്തിരുന്നു. അവർ എന്തൊക്കെ അവിടെ എക്സ്പീരിയൻസ് ചെയ്തു എന്നതിന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നിന്നും ഈ പറയുന്നത് പോലെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഓരോ മാസവും 6 മാസമോ അല്ലെങ്കിൽ 3 മാസമോ കഴിയുമുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പഠനം, ഒപ്പം തന്നെ ഗ്രാവിറ്റി, സീറോ ഗ്രാവിറ്റിയിൽ മനുഷ്യ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, ഒപ്പം അവിടെ ആ സീറോ ഗ്രാവിറ്റി സ്പേസിൽ ചെടികളെ വളർത്തിയാൽ എന്ത് സംഭവിക്കും, ഒപ്പം തന്നെ ചെറിയ സാറ്റലൈറ്റുകൾ, എന്താണ് പറയുക, സെൻസറുകൾ ഘടിപ്പിച്ച ചെറിയ സാറ്റലൈറ്റ് വിക്ഷേപണം, അതൊക്കെ അവിടെ സാധ്യമാകും. ഇതെല്ലാം ഈ ടീമാണ് ചെയ്തത്. അപ്പോൾ അടുത്ത ഘട്ടം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ, ഇവരെ തിരിച്ച് ഭൂമിയിൽ എത്തിക്കാൻ ഒരു പ്രത്യേക പേടകമൊന്നും വേണ്ട, ഒരു ക്രൂ ചേഞ്ചിൻ്റെ സമയത്ത് ഇനി ഇവരെ എത്തിക്കാം എന്നൊരു തീരുമാനം എടുക്കുകയും അത് എത്ര നേരത്തെ ആക്കാൻ കഴിയുമോ അത്രയും നേരത്തെ ആക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് വരികയും ചെയ്തു. അങ്ങനെയാണ് മാർച്ച് മാസത്തിൽ പുതിയ ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാൻ തീരുമാനിച്ചത്. അതിനെയാണ് ക്രൂ 10 എന്ന് വിളിക്കുക. ആ ക്രൂ 10 ആണ് കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് പോയത്. അവർക്ക് പോകാനുള്ള പേടകവും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഇതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു ഡ്രാഗൺ പേടകം തന്നെയായിരുന്നു. ആ ടീമിൻ്റെ പേര് ക്രൂ 10 ഡ്രാഗൺ എന്നായി മാറുകയും ചെയ്തു. കഴിഞ്ഞ ആഴ്ച അവർ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തി. അങ്ങനെ പഴയ ടീമിനെ അവർ കാണുന്നു, ദൗത്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏൽപ്പിക്കുന്നു. പുതിയ ടീമിന് എന്തൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ആ ദൗത്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ കണക്കുകൾ, കൃത്യമായ രേഖകൾ കൈമാറുന്നു. അങ്ങനെ ഈ മിഷൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. അങ്ങനെ 4 പേർ ഫ്രീ ആവുന്നു. ആ ഫ്രീ ആയവരിൽ ഒരാൾ സുനിത വില്യംസ്, മറ്റൊന്ന് ബുച്ച് വിൽമോർ, പിന്നീട് സെപ്റ്റംബറിൽ അങ്ങോട്ട് പോയ ആ 2 പേർ, ഒന്ന് നിക് ഹേഗും മറ്റൊന്ന് ഗുർബനോവും. അവർ തിരികെ നേരത്തെ സെപ്റ്റംബറിൽ പോയ ആ വാഹനം, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ വാഹനം, ക്രൂ 9 പേടകത്തിൽ കയറി തിരികെ ഭൂമിയിലേക്ക് വന്നു. ഇതാണ് സംഭവിച്ചത്. അതിൽ ക്രൂ 9 പേടകത്തിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ കമാൻഡറായത്, നേരത്തെ അങ്ങോട്ട് പോകുമ്പോൾ ആരായിരുന്നു ക്യാപ്റ്റൻ? അയാൾ തന്നെയാണ് എപ്പോഴും അതിൻ്റെ ക്യാപ്റ്റൻ. അതുകൊണ്ട് നിക് ഹേഗാണ് കമാൻഡറായി മാറിയത്. തിരികെയുള്ള യാത്രയിലും നിക് ഹേഗ് തന്നെയാണ് കമാൻഡറായി മാറിയത്. അങ്ങനെ നിക് ഹേഗിൻ്റെ നേതൃത്വത്തിൽ ഈ 4 പേരും സുരക്ഷിതമായി ഭൂമിയിലേക്ക് തിരികെ എത്തിയ കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ക്രിസ്ത്യ.